ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കണ്ണൻ ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ അവൻ പല്ല് തേക്കാൻ പോയേക്കാണ്. ആ ഗ്യാപ്പിൽ ഞാൻ രാവിലെ അടുക്കളയിൽ കയറി നമുക്ക് കഴിക്കാനുള്ള ഇഡ്ഡലി, സാമ്പാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കുഞ്ഞു ഗാർഡനിലേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട് കേട്ടോ, നനയ്ക്കാനൊക്കെ ഉണ്ട്. ഇന്നലെ പോയില്ലായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ ഹൈബ്രിഡ് ആമ്പലാണ് കേട്ടോ. ഹൈബ്രിഡ് ആമ്പൽ ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 1.5 കൊല്ലത്തോളമായി. ഞാൻ ഇതുവരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും എപ്പോഴും പൂക്കളാണ്. ഒരു മുട്ട് വന്ന് പോകാനുള്ള ഗ്യാപ്പിൽ എപ്പോഴും പൂക്കളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കലാത്തിയ ലൂട്ടിയാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ നിന്ന് നമുക്കൊരു പ്രൈവസി വേണം, അല്ലെങ്കിൽ വെയിലിൽ നിന്ന് നല്ലൊരു ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകമലാണ് കേട്ടോ. കൃഷ്ണകമലിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഒരു വയലറ്റും ഉണ്ട്, പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മെറൂണാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ക്രീപ്പർ ടൈപ്പാണ്. നമുക്ക് പടർത്തി വിടാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് എപ്പോഴും നിറച്ചും പൂക്കളൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടൻ നനച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ദിവസം വാങ്ങി ഞാനും കുറച്ച് നേരം നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പാമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നനച്ചുകൊണ്ടിരിക്കുന്നത് കോമൺ പാമാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, വെയിലത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പാമാണ്. പിന്നെ ഒരാഴ്ച മുൻപ്, ഒരു 1.5-2 ആഴ്ച മുൻപ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ക്യാബേജിൻ്റെ തൈ നടുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ തൈ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഇതുപോലെ ക്യാബേജിൻ്റെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള മണ്ണിൽ വേണം കേട്ടോ വെക്കാൻ. പിന്നെ ഒരുപാട് വെയിലും ആവശ്യമില്ല. മഞ്ഞുകാലത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് കേട്ടോ നമ്മുടെ ക്യാബേജ് എന്ന് പറയുന്നത്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക നടാൻ പറ്റും. ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് വിളവും കിട്ടും കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രോ ബാഗോട് കൂടിയിട്ട്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ വീണേക്കണ, പടുവിത്തും വീണ് മുളച്ചേക്കണ ഒരു ചീരത്തൈയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ, അരീക്ക പാമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ആമ്പലിൽ എപ്പോഴും വെള്ളം ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അതായത് വെള്ളം ഉള്ളതിൽ നിന്ന് നമ്മൾ ഡെയിലി ഓവർഫ്ലോ ചെയ്യണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഴുക്കൊന്നും നിൽക്കില്ല, നല്ലതാണ്. പിന്നെ ഇത് ഒരു വഴുതനങ്ങ തൈയാണ് കേട്ടോ. ഏതാണെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ 2-3 വെറൈറ്റി ഉണ്ടായിരുന്നു. വയലറ്റ്, നീളനും ബ്ലാക്കും അതുപോലെ പച്ച നീളനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്താ പറയുക, ഇതിനാണെങ്കിൽ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ ഇടവിട്ട് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അതിന് പൂക്കാനും കഴിക്കാനൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ കായൊക്കെ കഴിഞ്ഞ് എനിക്ക് ലാസ്റ്റ് ഒരു കുഞ്ഞ് കായ നിർത്തിയതാണ് കേട്ടോ. ഞാൻ അതിനകത്ത് നിറയെ കായകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മരമുല്ല പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും, വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. മരമുല്ല എപ്പോഴും പൂക്കളുണ്ടാവും. പിന്നെ ഇതൊരു അമരക്കയാണ്. വെച്ച് കൊടുത്തിട്ട് കുറേ നാളായി. ഇപ്പോൾ അധികം വളമൊന്നും ചെയ്യാത്ത കാരണം ഒരുപാട് കായകളൊന്നുമില്ല കേട്ടോ, കായകൾ കുറവാണ്. പിന്നെ ഇതും അതുപോലത്തെ ഒരു വഴുതനങ്ങ പ്ലാന്റ് ആണ്. വയലറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്ന് അറിയത്തില്ല. ബ്ലാക്ക് ഉണ്ട ടൈപ്പ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ്, അതോ ഇനിയിപ്പോൾ ഇതാണോന്നും അറിയത്തില്ല. ഇത് വിൻഗ പ്ലാന്റ് ആണ് കേട്ടോ. എപ്പോഴും നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.